ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തോ പ്രശ്നമുണ്ട്. താൻ കാര്യം എന്താന്ന് പറ. നോക്ക്, ചെറിയമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? അത് ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞോ? അതെന്താ വരുൺ, ഈ കുടുംബത്തിൽ ആരുടെ മുഖം വാടിയാലും ചെറിയമ്മയെ കുറിച്ചാണോ അന്വേഷിക്കുന്നത്? കണ്ടുപിടി മോളെ. മുത്തശ്ശി, രാധികയെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിലേ ഇവരുടെ കൂടെ കാണേണ്ടതല്ലേ? അപ്പൊ പിന്നെ എന്താ പറ്റിയത്? എടി, ഞാനേ ദേ ആ ഉർവശി വിളിച്ചൊന്ന് ചോദിക്കട്ടെ. അമ്മേ, അമ്മേ. അതാ മോളെ, മോളിവിടെ നിന്നോ, ഞാൻ പോയിട്ട് വരാം. അമ്മേ, അമ്മേ. പ്രിയമോളെ, മുത്തശ്ശി എവിടെ? എന്താ മുത്തശ്ശി എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മേ, അമ്മേ, അമ്മേ. എന്താ അമ്മേ, അമ്മ ഒളിച്ചു കിടക്കാണോ? എന്തിന്? ഞാനെന്തിനാ ഒളിച്ചു നടക്കുന്നേ? യശോദയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയെ കുറിച്ച് ചോദിച്ചപ്പോ അമ്മ എന്താ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത്? അമ്മയല്ലേ യശോദയ്ക്ക് കൊടുത്തത്? ഞാനോ? ഞാനെപ്പോ കൊടുത്തു? അമ്മേ, ഇങ്ങോട്ട് നോക്കിയേ. ആ മാല കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ കണിമംഗലത്തുണ്ടായിന്ന് അറിയോ? അവിടെയുള്ള ആളുകളുടെ മുഴുവൻ മുന്നില് രാധിക മോളും ഞങ്ങളും കള്ളന്മാരായി. അമ്മയോട് ഞാൻ പല ആവർത്തി ചോദിച്ചല്ലേ ആ മാലയെ കുറിച്ച്. അമ്മയുടെ വള ഒരുക്കി പണിഞ്ഞതാന്നല്ലേ അമ്മ അപ്പൊ പറഞ്ഞത്. നീ എന്തൊക്കെയാ യശോദയെ പറയുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മേ, സത്യം പറഞ്ഞോ? കണിമംഗലത്ത് നിലവറയിലിരുന്ന ആഭരണങ്ങളിൽ ഒന്നാ അത്. അതെങ്ങനെ അമ്മയുടെ കയ്യിലെത്തിയെന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ ചതിക്ക് ആരാ കൂട്ടുനിന്ന്? എടാ, നീ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? എനിക്ക് ഓർമ്മ വരാത്തോണ്ടല്ലേ? അമ്മേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മരണത്തെക്കാൾ ആഴമുള്ള നാണക്കേടിൽ നിന്നാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അമ്മ കരുതിക്കുട്ടി ഞങ്ങളെ അവമാനിക്കാൻ തീരുമാനിച്ചല്ലേ? ആരായിരുന്നു ഇതിലെ പങ്കാളികൾ? കണിമംഗലത്തുള്ളവർ തന്നെയാണോ? അമ്മ ഇത് പറഞ്ഞിട്ട് പോയാ മതി, അല്ലാതെ അമ്മ ഇവിടുന്ന് വിടില്ല. എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ നിർബന്ധിച്ച് ചോദിക്കുന്നേ? അമ്മേ, എനിക്ക് മുഴുത്ത വട്ടാണെന്നും പറഞ്ഞേ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരെയും വിളിച്ച് കാണിച്ചില്ലേ? അവരുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ മരുന്ന് വാങ്ങിച്ച് ഭാര്യയും ഭർത്താവും കൂടി എന്നെ കുടിപ്പിച്ചില്ലേ? അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാ. അതുകൊണ്ടാ എനിക്ക് ഓർക്കാൻ പറ്റാത്തത്. ഓ എടാ, എന്താ സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ല. എന്ത് സംഭവിച്ചാലും അതിന്റെ കാരണക്കാര് നിങ്ങളൊക്കെ തന്നെയാ. എന്താ ദേവേട്ട ഇതൊക്കെ? ദേവേട്ട വിശ്വസിക്കുന്നുണ്ടോ അമ്മ ഓർമ്മയില്ലാതെ ഇത് ചെയ്തെന്ന്? ഇല്ല ശോഭ, ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. അതിനമ്മ മാത്രമല്ല, മോളുടെ ജീവിതം തകർക്കാൻ വേറെ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. ഇതിലെന്തോ ഗൂഢാലോചനയുണ്ട്. ഭഗവാനെ, ഈ വീടിനകത്ത് ഞാൻ പലപ്പോഴും നാണം കെട്ടിട്ടുണ്ട്. പക്ഷെ അത്
അത് ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ കുടുംബത്ത് ഇന്നവരുടെ കണ്ണീര് വീണു. കള്ളന്മാരെന്ന പേര് വീണു. ഉണ്ണാനിരുന്നിടത്തുനിന്ന് കണ്ണീരോടെ അവർക്ക് എഴുന്നേൽക്കേണ്ടി വന്നു. എനിക്കിതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. അമ്മയുടെ കഴുത്തിൽ ആ മാല എങ്ങനെ വന്നു എന്ന് എനിക്ക് തെളിയിക്കണം. അത് ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ കണിമംഗലത്ത് നിന്ന് ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞ സത്യം. എന്റെ ജീവിതത്തിലെ അവസാന ദിവസമാണെന്ന് എല്ലാവർക്കും മുമ്പിൽ നിന്ന് തോറ്റു പടിയിറങ്ങുന്ന ഞാൻ സ്വയം അല്ലാതാവും. അല്ലാതൊരു മാർക്കും എന്റെ മുന്നിലില്ല. എനിക്കിതിന്റെ സത്യം ബോധ്യപ്പെടുത്തി തരണം. ഇതിനപ്പുറം ഞാനൊന്നും ചോദിക്കുന്നില്ല. മതി 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 മതി. എടോ ആനന്ദില്ലേ, ആനന്ദും ഭാര്യ എന്നെ വിളിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് പോയിരുന്നില്ലേ, അവരെ എന്നെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല. ചോദ്യം മുഴുവൻ തന്നെ കുറിച്ചായിരുന്നു. അല്ല, വേറൊന്നും അല്ല, അന്നത്തെ ഫംഗ്ഷൻ മൊത്തത്തിൽ താനങ്ങ് ഏറ്റെടുത്തിരുന്നല്ലോ. വലിയ കാര്യമായിട്ട് അവിടെ ചെന്ന് ഞാനങ്ങ് സീറോ ആയിപ്പോയി. പക്ഷേ എനിക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പാട്ടുകാരി ഇഷ്ടമാണ്. പക്ഷെ ഒരു പാട്ടിന് ഇത്രമാത്രം സ്വാധീനം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു ഇപ്പോഴാ. എന്താണോ അവരിങ്ങനെയൊക്കെ പറയുന്നത്? രാധിക, തനിക്കിതെന്ത് പറ്റി? ഒന്നുമില്ല, കഴിക്കേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തോ പ്രശ്നമുണ്ട്. താൻ കാര്യം എന്താന്ന് പറ. നോക്ക്, ചെറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? അത് ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞോ? അതെന്താ വരുൺ, ഈ കുടുംബത്തിൽ ആരുടെ മുഖം വാടിയാലും ചെറിയമ്മയെ കുറിച്ചാണോ അന്വേഷിക്കുന്നത്? അതാണല്ലോ നിങ്ങളുടെയൊക്കെ ശീലം. അപ്പൊ പിന്നെ അന്വേഷിക്കാതെ എങ്ങനെയാ? എന്നാ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോന്ന് അവള് പറയട്ടെ. അവളത് പറയില്ല ചെറിയമ്മേ. സത്യം പറഞ്ഞാ ഇവിടെ നടന്നതൊന്നും വരുൺ അറിയരുതെന്നല്ലേ അവൾ ആഗ്രഹിക്കുക. അതെ രാധികേ, എന്താ സംഭവം? എന്താ അവര് പറയുന്നേ?